ഹായ് എസ്.ജെ. സീനുവിന്റെ ഡയറക്ഷനിൽ 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു മലയാളം ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു പേരെന്നുള്ളത്. അമിത് കാലക്കൽ, ഷാജോണ്, അതുപോലെ തന്നെ പ്രശാന്ത് അലക്സാണ്ടർ, വിജയരാഘവൻ, അസീസ് നെടുമുങ്ങാട് അങ്ങനെ തുടങ്ങിയ ഒരു താരനിര ഒക്കെ അണിനിരുന്നിട്ടുള്ളായിരുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ആ ഒരു ടൈമിൽ 2023 റിലീസ് ചെയ്തതിനു ശേഷം ഇതുവരെയായിട്ടും OTT റിലീസ് നടത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ബ്ലൂ ഹിൽസ് ഫിലിംസിലൂടെ, ആ ഒരു ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടതും. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ കഥ എന്നുള്ളത്, നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ആളുടെ പേരെന്നുള്ളത് ഹരികൃഷ്ണൻ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരാളോട് ചെറിയൊരു പക തോന്നുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. തുടർന്ന് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സംഭവവികാസങ്ങളും ഒക്കെയാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ ഒന്നും താല്പര്യമില്ല. നിങ്ങൾക്കറിയാലോ, ഇത്തരത്തിലുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ വലിയ സംഭവമൊന്നും കാണിയില്ല. ആ മൈൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ തിരക്കേടില്ല കേട്ടോ എന്നുള്ളൊരു ഫീൽ നൽകുന്ന ഒരു സിനിമയായിരിക്കും തേരെന്നുള്ളത്. എസ്പെഷ്യലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സിനിമ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു യൂഷ്വൽ സ്റ്റോറിയൊക്കെ തന്നെയാണ്. പക്ഷേ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആക്കി പ്രേക്ഷകരിലേക്ക് വിടുന്നുണ്ട് ഈ ഒരു സിനിമ. അതാണ് ഈ ഒരു സിനിമ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. ആ ഒരു ഇമോഷൻസ് പ്രധാനമായിട്ടും നമ്മളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം പറയേണ്ടത് നല്ല മികച്ച പ്രകടനങ്ങളിലൂടെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഇപ്പം ഹീറോ ആയിട്ട് അമിത് കാലക്കലാണ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനമാകട്ടെ, വിജയരാഘവൻ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാകട്ടെ, ബാബുരാജ് ഒരു മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനമാകട്ടെ, അസീസ് നെടുമുങ്ങാട് ഒരു സുപ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനമാകട്ടെ, അങ്ങനെ ഈ വന്നിരിക്കുന്ന ഷാജോൺ ഉണ്ടോ, ഷാജോന്റെ പ്രകടനമാകട്ടെ, ഷാജോനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അത്രയും നീറ്റായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ ഈ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇമോഷൻസ് എന്നുള്ളത് വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ഈ പ്രകടനങ്ങൾ എന്നതുപോലെ തന്നെ ചിത്രത്തിന്റെ മ്യൂസിക് വർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കഥാപരിസരം കണക്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. കാരണം എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ആ ഒരു ഇമോഷൻ പോർഷൻ ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ മ്യൂസിക് കേട്ടുകൊണ്ട് നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഹുക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു പരിസരം എന്നുള്ളത്. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടർ നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി കാഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റിംഗ് തുടങ്ങിയ കാഴ്ചകളൊക്കെ തന്നെ വലിയ മാരകമൊന്നും പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് ഈ സിനിമയൊന്നും ഒരു മസ്റ്റ് വാച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്നുള്ളൊരു ഫീൽ നൽകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പോരായ്മ എന്നുള്ളത്, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കഥ വലിയ പുതുമയുള്ളതല്ല. രണ്ട് എന്നുള്ളത് പുതുമയല്ലായിരുന്നു എങ്കിൽ കൂടിയും ആദ്യ പകുതിയൊക്കെ നല്ല നീറ്റായിട്ടാണ് പോകുന്നത്. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും തിരക്കഥയിലൂടെയൊക്കെ തന്നെ വളരെ വലിച്ചു നീട്ടിയുള്ള ഒരു അവതരണമാണ് സിനിമ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതും എടുത്തു പറയേണ്ടത്, ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ഒരു സിറ്റുവേഷൻ പോകുന്നുണ്ട്. അത് ഇങ്ങനെ ചേസ് ചെയ്തു പോകുന്ന ഒരു സീൻ, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. ആ സീൻ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഏകദേശ കഥ മനസ്സിലായി, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയൊക്കെ പോകുള്ളെന്നറിയാം. എന്നിട്ടും ആ ഒരു കാര്യത്തിൽ തന്നെ തന്നെയും പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ലാഗ് വരുമല്ലോ. ആ കാര്യമൊക്കെ ഇവിടെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും തിരക്കഥയിലൂടെയും എഡിറ്റിങ്ങിലൂടെയൊക്കെ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് ഈ സെക്കൻഡ് ഹാഫ് അത്രയും വലിയ മാരകമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു ടോട്ടാലിറ്റി അത് കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ഫാമിലി ഓഡിയൻസിനോടാണ്. അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അല്ലാത്ത നമ്മുടെ നല്ല നല്ല സിനിമകൾ, നല്ല നല്ല വലിയ വെറൈറ്റി കഥകളൊക്കെ നോക്കി പോകുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, അവർ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ത്രില്ലൊക്കെ അടിക്കാനുള്ള വകകളുണ്ട്, അതുപോലെ കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള വകകളുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.